കൊണ്ടോട്ടിയിലെ തങ്ങന്മാരെ കുറിച്ച് ഷിയ വിശ്വാസികളാണ് എന്ന് പൊതുവെ കൊണ്ടോട്ടിയും പരിസരത്തൊക്കെ അറിയപ്പെട്ടൊരു വിഷയമാണ്. ഈ ബാനർ കണ്ടപ്പോൾ സത്യത്തിൽ അത് ഒന്നുകൂടെ സ്ഥിരപ്പെട്ടു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, മുത്തുനബിയെ വിളിച്ചതിന് ശേഷം യാ അലി അത് വിളിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. ഒരു ശൈലിയുണ്ട് മുസ്ലിം ഉമ്മത്തിന്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയ, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഷറഫുള്ള വ്യക്തി സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങൾക്കറിയോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി ഭരണം നടത്തുന്ന കാലം, അന്ന് കൂഫയിൽ ഗവർണറായി നിയമിക്കപ്പെട്ടയാളായിരുന്നു മഹാനായ സ്വഹാബി വര്യൻ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു പള്ളിയിൽ ജുമുഅക്ക് കൂടി. അന്ന് ആ പള്ളിയിലെ ഖത്തീബ്, സാധാരണ നമ്മളൊക്കെ ഖുതുബയിൽ 4 ഖലീഫമാർക്കും തർലിയത്ത് ചൊല്ലാറുണ്ടല്ലോ. അന്നത്തെ കാലത്ത് അലി ബിൻ അബി ത്വാലിബും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടില്ല. എങ്കിലും ആ 4 മഹാന്മാരുടെ പേരിലും തർലിയത്ത് ചൊല്ലുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞ് പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയുന്നതിന് പകരം അന്നത്തെ ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് ഈ പള്ളിയിലെ ഖത്തീബ് പറയുന്നത് കേൾക്കുന്നത്. ഉമർ തങ്ങളെ പറഞ്ഞതിന് ശേഷമാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറയുന്നത്. ഇത് ഖുതുബ, അങ്ങനെ ഖുതുബയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ആദ്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരല്ലേ പറയേണ്ടത്? നിങ്ങൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണല്ലോ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇത്രയും വിശാലമായ ഒരുപാട് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് വിശാലമായ ഇസ്ലാമിക ടെറിട്ടറിയെ മുഴുവനും നീതിയുക്തമായി ഭരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ആവേശം തോന്നി. എനിക്ക് ഉമർ തങ്ങളെ മനസ്സിൽ വല്ലാതെ അങ്ങോട്ട് പതിച്ചു. അതുകൊണ്ട് ഞാൻ ഉമർ തങ്ങളെ എല്ലാത്തിലും മുന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയുടെ മുഖം അങ്ങോട്ട് വിവർണമായി. അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ല. നേരെ മദീനത്തെ സുപ്രീം പവറിലിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിലേക്ക് ഒരു കത്തങ്ങ് എഴുതി. ഞാൻ ഇന്ന് പള്ളിയിൽ കൂടിയപ്പോൾ ആ പള്ളിയിലെ ഖത്തീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേലിൽ തർലിയത്ത് ചൊല്ലുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ പേര് പരാമർശിച്ചു. അദ്ദേഹത്തിന് നിങ്ങളോട് ആവേശമുണ്ടായി എന്നാ പറയുന്നത്. അതിനൊരു മറുപടി തരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കത്ത് കിട്ടിയപ്പോൾ കുറേ പൊട്ടി കരഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് തിരിച്ചൊരു കത്തങ്ങോട്ട് എഴുതി, മോനെ, എൻ്റെ പേര് നീ എങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൻ്റെ മുമ്പ് പറയാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു രാത്രിയും ഒരു പകലുമുണ്ട്. ആ ഒരൊറ്റ ദിവസത്തെ അധ്വാനം മതി, അല്ലെങ്കിൽ അവർ ചെയ്ത അമല് മതി ഈ ഉമറിൻ്റെ കുടുംബവും ചെയ്ത സകലമാന അമലുകൾക്കും തുല്യമാകാൻ. ബാക്കിയൊക്കെ സിദ്ദീഖ് തങ്ങൾക്ക് എത്രയാണ്, എൻ്റെ എത്രയോ മേലെ കിടക്കുന്നയാളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കൂഫയിലേക്ക് ഒരു കത്ത് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മുസ്ലിം ലോകത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. ഈ ഷിയാക്കളുടെ ഉത്ഭവകാലത്ത് തന്നെ അഹ്ലുസുന്ന എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ശരിയായ വക്താക്കളെ തിരിച്ചറിയുന്ന ഒരു ഐഡൻറ്റിറ്റി തന്നെ ഷെയ്ഖൈനിയെ ആദരിക്കുന്നവർ, ആദരിക്കാത്തവർ എന്നായിരുന്നു. ആദരിക്കുന്നവരൊക്കെ അഹ്ലുസുന്ന യഥാർത്ഥ ഇസ്ലാമിക ഫോളോവേഴ്സ് ആയിട്ടും അല്ലാത്തവരെ ഇസ്ലാമിൻ്റെ അവാന്തര വിഭാഗമായ ഷിയാക്കളായിട്ടും ഗണിക്കുന്ന കാലം. സത്യത്തിൽ പറഞ്ഞാൽ ഈ ബാനർ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. സത്യത്തിൽ ഇങ്ങനെ ഒരു ബാനറിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാണ്? കൊണ്ടോട്ടി നേർച്ച എന്നതൊരു പൂരമാണ്. എന്തോ ആവട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളും സഹകരിക്കാൻ പറ്റാത്ത ഒരു നേർച്ചയാണ്. സ്ത്രീയും പുരുഷനും ഇടകലരുന്ന ഒരു നേർച്ചയും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് പോട്ടെ. അപ്പം ഞാൻ പറയുന്നത് ഷിയായിസത്തിൻ്റെ ഒരു നാമ്പ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.